അങ്ങനെ മാർക്കറ്റിലേക്ക് വന്നു കഴിഞ്ഞാൽ രാവിലെ ഒരു ചായ നിർബന്ധമാണ്. പെരയിൽ നിന്നാണെങ്കിലും ഇവിടെ നിന്നാണെങ്കിലും ചായ കുടിച്ചിട്ടല്ലല്ലോ വരുന്നത്. പരിപാടികളൊക്കെ കഴിഞ്ഞാൽ ഒരു ചായ അടിക്കാനുള്ള പരിപാടിയില്ലാട്ടാ. ഇവിടുന്ന് ഒരു ചായ പറഞ്ഞിട്ടുണ്ട്. നല്ല കളറാണ് ഒന്നുണ്ട് കേട്ടോ, ചായൻ്റെ കളർ നോക്കി. ഇവിടെ ഇതുപോലെ കേട് വന്നിട്ടും ഒരാളും തിരിഞ്ഞു നോക്കണില്ല കണ്ടാണ്. അങ്ങനെ ഇവിടുത്തെ ഏകദേശം സിറ്റുവേഷൻസ് ഒക്കെ ഇങ്ങനെയാണ് കേട്ടോ. കുറേ വണ്ടികൾ, പാളങ്ങൾ, പിന്നെ ബിൽഡിങ് കാര്യങ്ങളൊക്കെ ഈ ഒരു രീതിക്കാണ്. അങ്ങനെ ഇവിടെ വന്നപ്പോൾ കണ്ടതാണ് കേട്ടോ, ചെറുപയർ, പയർ കാര്യങ്ങളൊക്കെ മുളപ്പിച്ചിട്ട് ക്യാരറ്റും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. വേവിച്ചിട്ട് പാക്കറ്റാക്കി വെച്ചേക്കുക. എത്ര റുപ്യ? 10 റുപ്യ, 10 റുപ്യ കേട്ടോ ഇതിന്. ഇങ്ങനെ കടലിൻ്റെ പാക്കറ്റ് ഉണ്ട്. ഇത് സംഭവം അടിപൊളി കേട്ടോ, മുളപ്പിച്ച സാധനമാണ്. ഇവിടുത്തെ ആൾക്കാരൊക്കെ സെൻറ്റ് ആൾക്കാരാണെന്നുള്ളതാണ് കേട്ടോ. എല്ലാവരും ഭയങ്കര ഫ്രണ്ട്ഷിപ്പാണ്. പിന്നെ ഏകദേശം 7:10 കേട്ടോ ടൈം. ഈ ടൈമിൽ ഇവിടെ ഉള്ള ടൗണത്തെ അവസ്ഥയാണ് ഈ കാണുന്നത്. മൊത്തത്തിൽ തിരക്കായി തുടങ്ങിയിട്ടാ. ഇനി ആ റോഡിൻ്റെ അപ്പുറത്തൊക്കെ ആയിട്ട് ഒരുപാട് ഹോൾസെയിൽ കടകളൊക്കെ ഉണ്ട്. ഇവിടെ ഇതുപോലെ റോഡിലൊക്കെ വെച്ചിട്ടാട്ടോ കച്ചവടങ്ങൾ കാര്യങ്ങളൊക്കെ ഹോൾസെയിലൊക്കെ ആയിട്ട് ചെയ്യല്. ഇതൊക്കെ ഹോൾസെയിൽ പരിപാടികളാണ് കേട്ടോ. ഇതിൽ കടല മാത്രം കേട്ടോ. കുറേ സാധനങ്ങളുണ്ട് കൊണ്ടുപോക്കാൻ. ഇതിൽ ക്യാരറ്റ് ഉണ്ട്, പയറുണ്ട്, ചെറുപയറുണ്ട്, ഈ കടലുണ്ട്. ഇത് മിക്സഡ് ആയിട്ടൊരു സാധനം ഉച്ചക്കുണ്ടോ, മുളച്ചുകൊണ്ടുള്ള സാധനങ്ങൾ. പച്ചക്ക് ഇങ്ങനെ കഴിക്കാം. അങ്ങനെ നമ്മൾ തിരിച്ച് ദർഗൻ്റെ ഏരിയക്ക് എത്തിയിട്ടുണ്ട് കേട്ടോ. ദർഗൻ്റെ പോയും കാര്യങ്ങളൊക്കെയാണ് ഈ കാണുന്നത്. അങ്ങനെ അങ്ങോട്ട് നോക്കി ഈ ഒരു മൂലൊക്കെ അങ്ങോട്ട് നോക്കിക്കഴിഞ്ഞാലേ അവിടെ ഫ്രഷ് മീൻ കാര്യങ്ങളൊക്കെ ഉള്ള ഏരിയ കേട്ടോ. കഴിഞ്ഞ ഇതിലൊക്കെ പറഞ്ഞ മാതിരി ആന്ധ്രാപ്രദേശിൽ കയറിയപ്പോൾ ഇതുപോലത്തെ കൂടിയിട്ട് ഒരുപാട് വണ്ടികളാട്ടോ കാണാൻ പറ്റുന്നത്. കിടക്കാനും ഇരിക്കാനും എല്ലാത്തിനും സംവിധാനങ്ങളുണ്ട്. അപ്പോൾ നമ്മൾ അവിടെ എന്തൊക്കെ മീൻ ഉള്ളതെന്ന് നമുക്ക് പോയോ കേട്ടോ. ഈ തോണി നോക്കുകയാണെങ്കിൽ ഇത് തെർമാക്കോളിലാണ് ഉണ്ടാക്കിയിട്ടുള്ളത്. സിമ്പിളായിട്ട് മരം കാര്യങ്ങളും വെച്ചിട്ട് ഇങ്ങനത്തെ മുളയും കാര്യങ്ങളൊക്കെ വെച്ചിട്ട് സിമ്പിളാക്കിയിട്ട് ഉണ്ടാക്കിക്കുക. എല്ലാ തോണിയും അങ്ങനെയാണ് കേട്ടോ. ഫ്രഷ് മീൻ ഇങ്ങനെ പിടിച്ച് കൊണ്ടുവരുന്നുണ്ട്. ഇവിടെ ഒരാൾ വലിയൊരു മീനെ പിടിച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ. വലിയ മീനെ കൊടുത്തിട്ടുണ്ട്. അതുപോലെ മീൻ ചാവാതിരിക്കാൻ വേണ്ടിയിട്ട്, ജീവനോടെ ഇരിക്കാൻ വേണ്ടിയിട്ട് അവിടെ ഇങ്ങനെ വലയിൽ തന്നെ ആക്കിയിട്ട് കെട്ടി നിർത്തിയിട്ടുണ്ട്. ഒരു തോണി കണ്ടപ്പോഴാണ് എനിക്ക് മറ്റുള്ള തോണിമൊക്കെ നോട്ടെത്തിയേട്ടാ. ഈ ഒരു തെർമാക്കോളിൻ്റെ ഈ ഒരു സിസ്റ്റം കണ്ടപ്പോഴാണ് എനിക്ക് മറ്റുള്ള ഇതിമൊക്കെ നോട്ടെത്തിയത്. പിന്നെ ഇങ്ങനെ നോക്കിയപ്പോൾ ഇവിടെ മൊത്തം മീനിൻ്റെ കച്ചവടങ്ങളും കാര്യങ്ങളൊക്കെ കിട്ടാം. അവിടെ നിന്ന് ഫ്രഷ് ആയിട്ട് പിടിക്കണേ, ഇവിടെ ഇങ്ങനെ കച്ചവടം ചെയ്യണേ. ഇവിടെ ക്ലീൻ ആക്കുന്ന ആളുകളും ക്ലീനാക്കിയും കൊടുക്കും കേട്ടോ അവർ കേട്ടോ. ഇതിലൊക്കെ ഫ്രഷ് മീനാണ്, നല്ല വലുപ്പമുണ്ട്. കരിമീൻ, വേറൊരു കടൽ പുഴമീൻ, എല്ലാ ഐറ്റം മീനുണ്ട്. പടക്കണ മീനാണ്, പടക്കണ മീൻ. ഈ ഒരു കൂട്ടം നേരത്തെ നമ്മൾ കണ്ടില്ലേ, വലിയ മീനെ പിടിച്ചിട്ട് ഒരാൾ മൂപ്പരണ്ടത്. മൂപ്പർക്ക് കിട്ടിയ മീനും കാര്യങ്ങളൊക്കെയാണ് ഇത്. ഇതോടെ വെച്ചിട്ട് ഇനി മൂപ്പര് വിൽക്കുന്ന ഒരു പരിപാടിയാണ് കേട്ടോ. വിൽക്കുന്ന ഇവർ തന്നെ എന്ത് ചെയ്യും, ക്ലീനാക്കി കൊടുക്കും. അങ്ങോട്ടൊക്കെയാണെങ്കിൽ ഒരു കരിമീൻ്റെ വലുപ്പം. പിന്നെ മൂപ്പർക്ക് കിട്ടിയ വലിയ മീനാണ് കേട്ടോ കാണുന്നത്. അപ്പോൾ ഇത് ഇങ്ങനെ ഒരു ലൈഫ്, ഇങ്ങനെ ഒരു ജീവിതം. നിങ്ങളെ അഭിപ്രായം കാര്യങ്ങളൊക്കെ കമൻറ്റിൽ അറിയിക്കട്ടോ. നമ്മുടെ നാട്ടിലത്തെ സിസ്റ്റത്തിൽ നിന്ന് കുറച്ച് മാറ്റങ്ങളുണ്ട്. ഇവരെന്നെ പിടിക്കുക, ഇവരെന്നെ വിൽക്കുക എന്നുള്ള കേട്ടോ. ആ തൂക്കി ഇട്ടതിപ്പോൾ ഈ ഒരു സ്ത്രീ മേടിച്ചതാണ് കേട്ടോ. വലുത് നോക്കി തൂക്കാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ട്. വലുത് നോക്കി മൂപ്പര് തിരഞ്ഞിട്ട് തൂക്കി കൊടുക്കണം കേട്ടോ. ഇനി അവിടെ നിന്ന് ക്ലീനാക്കി കൊടുക്കും. ഇത് ഭാര്യയും ഭർത്താവുമാണെന്ന് തോന്നുന്നുണ്ട്. അതിനങ്ങനെ തോല് കത്തി കൊണ്ട് നുറുക്കിയതിൻ്റെ ശേഷം കയ്യിൽ ഗ്ലൗസ് ഇട്ടിട്ട് അരിനൊരു പ്രക്രിയയാണ് കണ്ടുകൊണ്ടിരിക്കുന്നത്. അതിപ്പോഴും ജീവനോടെ തന്നെ ഉണ്ട് കേട്ടോ. അങ്ങനെ തുടിക്കുന്നുണ്ട്. ഇപ്പോൾ പീസാക്കി കൊണ്ടിരിക്കുകയാണ്. മില്ലിലൊക്കെ ഉള്ള ബ്ലേഡിൻ്റെ ഭാഗമാണ് കേട്ടോ ഓല കട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കണ ആ ഒരു ബ്ലേഡ്. എന്താ നമുക്ക് മീൻ വേണോ? പിന്നീട് പോവാത്ത തോല് പോകാൻ വേണ്ടിയിട്ട് ഇതുപോലെ കല്ലിൽ വരക്കുകയാണ് കേട്ടോ. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ പീസാക്കി മാറ്റണം. അപ്പോൾ കിലോന് 50 രൂപ വരുന്നുള്ളൂ കേട്ടോ മീന്. ഈ ഒരു മീൻ 50 രൂപ വരുന്നുള്ളൂ. പിന്നെ കട്ടിങ്ങിന് വേറെ റേറ്റ് വരുന്നുണ്ട്. അപ്പോൾ 50 രൂപക്ക് നിങ്ങളെ അഭിപ്രായത്തിൽ എങ്ങനെയാണ് ഇതിൻ്റെ വില നിലവാരം എന്നുള്ളത് കമൻറ്റിൽ അറിയിക്കട്ടോ. അങ്ങനെ നമ്മളും 1 കിലോ മേടിച്ചിട്ടുണ്ട് കേട്ടോ. 50 രൂപ മീനിനും 20 രൂപ ക്ലീൻ ആക്കാനും 70 രൂപ വരുന്നുള്ളൂ കേട്ടോ. വലുത് നോക്കിയിട്ട് എടുത്ത് മാറ്റി വെച്ചിട്ടുണ്ട്. അപ്പോൾ നല്ല നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ട് തന്നെ ഇവർ മുറിച്ച് തരുന്നുണ്ട് എന്നുള്ളതാണ് കേട്ടോ. ആ ചേച്ചി നോക്കാൻ അടിപൊളിയായിട്ട് നല്ല അടിപൊളിയായിട്ട് തന്നെ മുറിച്ച് തരുന്നുണ്ട്. ഈ ഒരു ക്ലീനിങ് ഒരു പ്രത്യേക രീതിയിലാണ്. കണ്ടു നിൽക്കാൻ തന്നെ വേറെ തന്നെ രസമാണ് കേട്ടോ. കണ്ടോക്കാണേ ഇങ്ങനെയൊക്കെ ക്ലീൻ ആക്കണേ ഞാൻ ആദ്യമായിട്ടാണ് കാണുന്നത്.
मछली का टेंशन नहीं है, दिल में कोई भी घंटे में मछली मिलेंगी, दिल नहीं भरा तो बिल्कुल डावट कुछ जाने का खोल लेने ആ സെൻറ്ററിലുള്ള മുള്ള് മാത്രം കളയാണ് കേട്ടോ. മുള്ള് കളഞ്ഞ് ആ ഫിഷിൻ്റെ ഇറച്ചി മാത്രം എടുത്ത് തരികയാണ്. ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ വെള്ളം തെളിച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. അത് ഈ ജീവനോടെ നിലനിൽക്കാൻ വേണ്ടിയിട്ടാവും എന്ന് വിചാരിക്കണേ. എന്നെ അത്ഭുതപ്പെടുത്തിയത് 50 രൂപക്കാണ് ഇവിടെ മീൻ കിട്ടുന്നത് എന്നുള്ളതാണ് കേട്ടോ. പിന്നെ 20 രൂപ ക്ലീനിങ്ങിന് വരുന്നുണ്ട്. അത് എല്ലായിടത്തും ഉള്ളതാണ്. എന്നാലും 50 രൂപയൊക്കെ കിട്ടുക എന്ന് പറയുമ്പോൾ വളരെ ചീപ്പ് ആൻഡ് ബെസ്റ്റ് ആയിട്ട് എനിക്ക് ഫീൽ ചെയ്തത്. അങ്ങനെ നമ്മളെ മീനാണ് കേട്ടോ ഈ ക്ലീൻ ആക്കിക്കൊണ്ടിരിക്കുന്നത്. എന്തുമാത്രം നീറ്റായിട്ട് ക്ലീൻ ആക്കിടുന്നുള്ളത് കണ്ടുകൊണ്ടിരുന്നുള്ളിട്ടാ. എന്നെ അത്ഭുതപ്പെടുത്തിയാണ് ഈ ക്ലീനിങ്ങും പിന്നെ ഇവിടുത്തെ റേറ്റും. തോല് ചീന്തിയാണ് കേട്ടോ. അത് പിന്നീട് എടുത്തിട്ട് അവർ ഫുള്ള് വെള്ളത്തിൽ ക്ലീൻ ആക്കിയിട്ട് വരെ തരികയാണ് കേട്ടോ. അവിടെ നോക്കുകയാണെ എന്തുമാത്രം വൃത്തിയാക്കിയിട്ട് തരുന്നെന്നുള്ളത്. ജോലിയോടുള്ള ഒരു ആത്മാർത്ഥതയായിട്ട് നമ്മളിവിടെ കാണുന്നത്. വെള്ളത്തിൽ അത് അതിൻ്റെ എല്ലാ വേസ്റ്റും ക്ലീൻ ആക്കിയിട്ടുണ്ട് തരികയാണ്. നമ്മുടെ വീഡിയോ ചിത്രീകരണത്തിലുള്ള അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളൊക്കെ നിങ്ങൾ കമൻറ്റിലൂടെ അറിയിക്കണേ. നമ്മുടെ യാത്രയിലുള്ള ഏറ്റവും വലിയൊരു സപ്പോർട്ട് അത് മാത്രമാണ്. അപ്പോൾ വീണ്ടും ഒരു വീഡിയോയിൽ വീണ്ടും കാണാം. ബൈ ബൈ.